കോഴിക്കോട് സാക് സയൻസ് ഓഫീസിൽ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. നിയമപരമായി പ്രവർത്തിച്ചു പോരുന്ന സാക് സയൻസ് കോഴിക്കോട് നടക്കാവ് പുതുതായി ആരംഭിച്ച ഓഫീസിൽ ഫ്ലെക്സ് പ്രിന്റിംഗ് അസോസിയേഷന്റെ പേരിൽ ഒരു സംഘം ഗുണ്ടകൾ കടന്നെടുക്കുകയും അവിടെ തൊഴിലേർപ്പെട്ടിരുന്ന തൊഴിലാളികളെ അസഭ്യം പറയുകയും മർദ്ദിച്ച് അവസരമാക്കുകയും ചെയ്തു. 3-4 ഇരട്ടി ചാർജ് ഈടാക്കി ജനങ്ങളെ വർഷങ്ങളായി കബളിപ്പിച്ചു വരികയായിരുന്നു സംഘം. മാരകായുധങ്ങളുമായി ആയിരുന്നു അക്രമി സംഘം അക്രമം അഴിച്ചുവിട്ടത്. സ്ക്വയർ ഫീറ്റിന് 12 രൂപ സർക്കാർ അംഗീകരിച്ച ക്ലോത്ത് പ്രിന്റ് വിതരണം ചെയ്തു എന്ന് ആക്ഷേപിച്ചായിരുന്നു ആക്രമണം. ഇതിനു പുറമെ കമ്പനിയുടെ പ്രചരണാർത്ഥം സ്ഥാപനത്തിന്റെ മുൻവശവും കോഴിക്കോട് സിറ്റിയുടെ പല ഭാഗങ്ങളിലും സ്ഥാപിച്ച പ്രചരണ ബോർഡുകളും അക്രമി സംഘം നശിപ്പിച്ചു. തിരുവനന്തപുരത്ത് നിന്നും ഒരു വ്യക്തിയും കോഴിക്കോടെത്തി പ്രിന്റിംഗ് വ്യവസായത്തിൽ ഏർപ്പെടേണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഗുണ്ടകൾ അഴിഞ്ഞാടിയത്. ഇത് ഈ കമ്പനീൻ്റെ ഇൻസ്റ്റാഗ്രാം പേജാണ്. ഇവരിപ്പം വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കടലുമാരി വരുന്നൊരു ടീമാണ്. ഇവരെ ഗ്രൂപ്പിൽ നോക്കിയാൽ കാണാം അവരെല്ലാ തരം പ്രിന്റിങ്ങും ഉണ്ട്. ഇപ്പം നമ്മളെപ്പോലെ ഇപ്പോൾ വിചാരിക്കുക എന്താ വെച്ചാൽ ഇവർ ഒരു ക്ലോത്ത് ഫ്ലെക്സ് പ്രിന്റിങ് മാത്രമല്ലേ എന്നുള്ളതാ. നാളെ മറ്റന്നാൾ അവരെല്ലാ മേഖലയിലേക്കും റേറ്റ് കുറച്ചിട്ട് വരും. UV ഉള്ളവരുണ്ട്, മറ്റേ എല്ലാ തരം പ്രിന്റിങ്ങുകളും ഇവിടെ ഉണ്ടല്ലോ. അപ്പം എല്ലാവരും ഇത് ബാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റണം അതിനെ. അപ്പോൾ എന്താണോ ചെയ്യേണ്ടത് വെച്ചാൽ ആ രീതിയിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടി വരും. കാരണം ഇവർ മത്സരിച്ചിട്ട് വരികയാണെങ്കിലേ ഇപ്പോൾ ഒരു തിരുവനന്തപുരത്തുള്ള ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കോഴിക്കോടുള്ള ഒരു ടീമിനെ എല്ലാവരെയും തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലേക്ക് ഒരു വളർത്താൻ പറ്റരുത് വരെ. അക്രമികളെ ഉടൻ കണ്ടെത്തി പിടികൂടണമെന്നും നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കണമെന്നും വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിൽ സ്വതന്ത്രമായി വ്യവസായം ചെയ്യുന്നതിനും തൊഴിലെടുക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിടണമെന്നും സാക് സയൻസ് CEO ബാലമുരളീകൃഷ്ണൻ പറഞ്ഞു. ഓരോ വ്യക്തിയുടെയും സ്വതന്ത്രമായി വ്യവസായം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള സത്വര നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് സാക് സയൻസ് CEO ബാലമുരളീകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഗുണ്ടകളെ ഉടൻ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി.